ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ സ്ഫോടനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. ബെയ്റൂട്ട് നഗരത്തിൽ വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ഗോഡൌണിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. വെയർഹൌസസ് ആണ് ചുറ്റുമുള്ളത്. അവിടെ ഉഗ്ര സ്ഫോടനമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒട്ടേറെ പേർക്ക് പരിക്കുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഒട്ടേറെ മരണമുണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. കറുത്ത പുകപടലം മാത്രമാണ് ബെയ്റൂട്ടിന്റെ അന്തരീക്ഷത്തിൽ കാണാൻ കഴിയുന്നതെന്നാണ് അന്താരാഷ്ട്ര സമൂഹ മാധ്യമങ്ങൾ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. അല്പം മുൻപ് സ്ഫോടനം ഉണ്ടായപ്പോഴുള്ള ദൃശ്യങ്ങളും കാണാം. ബെയ്റൂട്ടിന്റെ ആകാശങ്ങൾ കറുത്ത പുകപടലം കൊണ്ട് മൂടിയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. ലോകത്തെ നടുക്കുന്ന മറ്റൊരു സ്ഫോടന ദൃശ്യമാണ് ഇപ്പോൾ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് വരുന്നത്. ബെയ്റൂട്ടിൽ അല്പം മുൻപ് നടന്ന സ്ഫോടനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ, അതിനുശേഷം ഇപ്പോൾ കറുത്ത പുക കൊണ്ട് മൂടിയിരിക്കുന്ന അന്തരീക്ഷമാകെ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ഉഗ്ര സ്ഫോടന ശേഷിയുള്ള പൊട്ടിത്തെറിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബെയ്റൂട്ടിൽ. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളൊപ്പം തന്നെ അല്പം മുമ്പ് സ്ഫോടനം ഉണ്ടായപ്പോഴുള്ള ദൃശ്യങ്ങളും നമുക്ക് കാണാം. ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, എന്താണ് കാരണം എന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതരത്തിലാണ് ബെയ്റൂട്ടിലെ സ്ഫോടനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് അനുജ ന്യൂസ് ഡെസ്കിൽ നിന്നും നേരത്തെ വിവരങ്ങൾ നൽകിയിരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി അനുജ ചേരുന്നു. അനുജ, ഏറ്റവും പുതിയ വിവരങ്ങൾ തരൂ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, ഗോപികൃഷ്ണൻ, 10 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 100-ലേറെ പേർക്ക് പരുക്കേറ്റു എന്നതാണ്. ഒരുപക്ഷെ ഈ സംഖ്യ അതിലൊക്കെ ഉയരാനുള്ള സാധ്യത തന്നെയാണുണ്ട്. കാരണം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്യുഗ്ര സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. ഒട്ടേറെ വലിയ കെട്ടിടങ്ങൾ നശിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങളാണോ, എന്താണ്, അതല്ലെങ്കിൽ വെയർഹൗസുകളാണോ, ഇതൊന്നും നമുക്കിപ്പോൾ വ്യക്തമല്ല. എന്തായാലും 10 പേർ കൊല്ലപ്പെട്ടു, 100-ലേറെ പേർക്ക് പരുക്കുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ, ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ, കറുത്ത പുകപടലമാണ് ബെയ്റൂട്ട് ആകെ. റോഡിൽ മുഴുവൻ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഒപ്പം തന്നെ നശിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, ചില്ലുകൾ, ഇതെല്ലാമാണ്. ജനങ്ങൾ തെരുവിലൂടെ രക്തം വാർന്നൊഴുകുന്ന ജനങ്ങൾ ഓടുന്ന ഒരു കാഴ്ച അത് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കാഴ്ചകളൊന്നും നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. അതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒട്ടേറെ വെയർഹൗസുകൾ ഈ തുറമുഖത്തിനടുത്തുണ്ട്. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്ന വെയർഹൗസുകളാണ്. അവയിലുണ്ടായ പൊട്ടിത്തെറിയാണ് എന്ന തരത്തിലേക്കാണ് NNA എന്ന ദേശീയ മാധ്യമം, ബെയ്റൂട്ടിന്റെ തന്നെ ദേശീയ മാധ്യമം, ലെബനനിന്റെ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനും സ്ഥിരീകരണമില്ല. പടക്കം നിർമ്മിക്കുന്ന വസ്തുക്കളുമായി പോകുന്ന കപ്പൽ പൊട്ടിത്തെറിച്ചാണ് ഇങ്ങനൊരു വലിയ സ്ഫോടനം ഉണ്ടായത് എന്ന് മറ്റു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്യുഗ്ര സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് വരെ ഇതിന്റെ പ്രകമ്പനം ചെല്ലുന്നത്, അതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അതിൽ BBC റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ മുൻ പ്രധാനമന്ത്രി റഫീഖ് അൽ ഹരീരി, 2005 കാർ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട റഫീഖ് അൽ ഹരീരിയുടെ വിചാരണ, ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുകയാണ്. ഇതിലിപ്പോൾ ചില ജേർണലിസ്റ്റുകളുടെയൊക്കെ ട്വീറ്റ് പുറത്തു വരുന്നുണ്ട്. ലെബനനിൽ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കെട്ടിടം തകർന്നു, ഐ ആം ബ്ലീഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ട്വീറ്റുകൾ അവിടെ നിന്ന് ജേർണലിസ്റ്റുകളുടേതായി ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 2 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നതാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ രണ്ടാമത്തെ സ്ഫോടനം റഫീഖ് അൽ ഹരീരിയുടെ വസതിക്ക് സമീപമാണ് എന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു ചില മാധ്യമങ്ങൾ പറയുന്നത് പ്രകാരം 1-ലേറെ സ്ഫോടനങ്ങൾ, അത് 2 സ്ഫോടനം മാത്രമായിരിക്കില്ല എന്നും പറയുന്ന മാധ്യമങ്ങൾ ഉണ്ട്. ഇതിലിപ്പോൾ ഇന്ത്യൻ എംബസി ചില കോൺടാക്ട് നമ്പേഴ്സ് ഈ ഘട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. ബെയ്റൂട്ടിലെ എംബസി ഓഫ് ഇന്ത്യ ചില കോൺടാക്ട് നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുകൾ ഞാൻ പറയാം. 01741270. അത് രാവിലെ 9-നും വൈകിട്ട് 5:30-നും ഇടയിൽ കോൺടാക്ട് ചെയ്യാനുള്ള 2-3 നമ്പറുകൾ നൽകുന്നുണ്ട്. കൂടാതെ ഈ ഓഫീസ് ടൈം കഴിഞ്ഞ് വിളിക്കേണ്ടെന്ന എമർജൻസി മൊബൈൽ നമ്പർ അതും നൽകുന്നുണ്ട് ഇന്ത്യൻ എംബസി, ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി. +96176860128 എന്നതാണ് ഇമെയിൽ ID നൽകുന്നുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ എംബസിയും ഇപ്പോൾ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. അത്യുഗ്രശേഷിയുള്ള സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്.
അത്യുഗ്ര ശേഷിയുള്ള 2 സ്ഫോടനങ്ങളാണ് ബെയ്റൂട്ടിൽ നടന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബെയ്റൂട്ടിലെ തുറമുഖ നഗരത്തിലാണ് ഈ സ്ഫോടനങ്ങൾ നടന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 10 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നു. 100-ലേറെ പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി വരുന്ന റിപ്പോർട്ടുകൾ. ഇത് ആദ്യം ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടുകൾ മാത്രമാണ്, ആദ്യം വരുന്ന പ്രാഥമികമായി കാണാവുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ലെബനനിലെ തുറമുഖ നഗരത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ സ്ഫോടക വസ്തുക്കളെല്ലാം സൂക്ഷിച്ചിട്ടുള്ള വെയർഹൗസുകൾ ചുറ്റും ഉണ്ടായിരുന്നു. അവിടെയാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു ദൃശ്യം, ഇരുണ്ട ദൃശ്യം, അത് തത്സമയ ദൃശ്യങ്ങളാണ്. പുക കൊണ്ട് മൂടിയിരിക്കുകയാണ് ബെയ്റൂട്ടിന്റെ അന്തരീക്ഷം ആകെ തന്നെ. അവിടെ ഇതൊരു തുറമുഖ നഗരമാണ്. ധാരാളം ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടാകേണ്ടതാണ്. ചില്ലുകളെല്ലാം തകർന്നടിഞ്ഞ് വീണു കിടക്കുന്നു, ചിതറിക്കിടക്കുന്നു, കെട്ടിടങ്ങൾ നിലം പൊത്തിയിരിക്കുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ അത്യുഗ്രശേഷിയുള്ള 2 സ്ഫോടനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിലൊന്ന് മുൻ പ്രധാനമന്ത്രിയുടെ വീടിന് സമീപമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. വിവിധ മാധ്യമങ്ങൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. 2 പ്രധാനപ്പെട്ട സ്ഫോടനങ്ങൾ, 2 ഉഗ്രശേഷിയുള്ള സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് ബെയ്റൂട്ടിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒട്ടേറെ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് BBC-യും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും തുറമുഖ മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. 2ാമത്തെ സ്ഫോടനം സംബന്ധിച്ച് ഉള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്താണ് സ്ഫോടനത്തിനുള്ള കാരണം, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല. മുൻ പ്രധാനമന്ത്രി റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിധി വരാനിരിക്കെയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 2005-ലാണ് പ്രധാനമന്ത്രിയായിരുന്ന റഫീഖ് അൽ ഹരീരി കൊല്ലപ്പെടുന്നത്, അപകടത്തിൽ മരിക്കുന്നത്. അതിനുശേഷം ആ കൊലപാതകം സംബന്ധിച്ച വിചാരണ പൂർത്തിയായി വിധി വരാനിരിക്കെയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഇനിയും ഏറെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അനുജയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. അനുജ, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഏറ്റവും പുതിയ ഒരു വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് ഗോപികൃഷ്ണൻ. അത് ഒട്ടേറെ ആശുപത്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരം, 5000-ലേറെ കോവിഡ് കേസുകൾ ഇന്ന് സ്ഥിരീകരിച്ച ഒരു സമയം കൂടിയാണ്. രാജ്യത്തെ സംബന്ധിച്ച് അത്രയേറെ ആശങ്ക നിലനിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ആശുപത്രികൾക്ക് കേടുപാടുണ്ടായിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. എന്തായാലും കൂടുതൽ പ്രത്യാഘാതമുള്ള ഒരു അത്യുഗ്ര സ്ഫോടനമാണ് ബെയ്റൂട്ടിൽ നടന്നിരിക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി, ഞാൻ നേരത്തെ വായിച്ചതുപോലെ, ചില നമ്പറുകൾ നൽകുന്നുണ്ട്. അവർ അവിടെയുള്ള ഇന്ത്യക്കാരോടൊക്കെ സംയമനം പാലിക്കണം, പേടിക്കരുത് എന്ന തരത്തിലേക്കുള്ള സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനുള്ള നമ്പറുകൾ, ഇമെയിൽ ID അടക്കം അവർ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എംബസി നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ 2 സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും 1-ലേറെ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലേക്ക് ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2ാമത്തെ സ്ഫോടനമാണ് റഫീഖ് അൽ ഹരീരിയുടെ വസതിക്ക് സമീപം നടന്നു എന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതകത്തിനെ തുടർന്നുണ്ടായ വിചാരണ, അതിനുശേഷം ഇപ്പോൾ വിധി UN ട്രൈബ്യൂണൽ പുറപ്പെടുവിക്കാനിരിക്കെ, വെള്ളിയാഴ്ച പുറപ്പെടുവിക്കാനിരിക്കെ ഈ സ്ഫോടനം നടന്നിരിക്കുന്നു എന്ന തരത്തിലേക്ക് BBC അതിനെ കണക്ട് ചെയ്ത് പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു മാധ്യമവും അതിനെ അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും 10 പേർ കൊല്ലപ്പെട്ടു, 100-ലേറെ പേർക്ക് പരുക്കേറ്റു എന്നത് ലെബനനിലെ തന്നെ സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോപികൃഷ്ണൻ. അനുജ, ലെബനനെ സംബന്ധിച്ച് ലെബനനിൽ ചില രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന സമയം കൂടിയാണിത്. സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തെരുവ് പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായി പങ്കിടുന്ന അതിർത്തി മേഖലകളിൽ ചില അസ്വസ്ഥതകൾ രൂപപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു അസ്വസ്ഥത നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണല്ലോ ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ആരാണ് ഈ സ്ഫോടനത്തിന് ഉത്തരവാദികൾ, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ ഏതെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ടോ, അവരുടെ റിപ്പോർട്ടുകളിലുണ്ടോ? അതോടൊപ്പം തന്നെ ഹെസ്ബുള്ളയിലേക്ക് ഈ സംശയങ്ങൾ നീളുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രയേലുമായുള്ള തർക്കം ഈ വിഷയത്തിൽ നിർണായകമാണ്. പക്ഷേ ഇസ്രയേൽ
ഇതിനോടകം തന്നെ നിഷേധിച്ചു കഴിഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല എന്ന് ഇസ്രയേൽ ഇതിനോടകം തന്നെ പ്രതികരണം പുറത്തിറക്കിയിട്ടുണ്ട്. ഹെസ്ബുള്ളയിലേക്ക് ഇത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതകത്തിന് ഹെസ്ബുള്ളയ്ക്ക് പങ്കുണ്ട്. അതിലെ 4 പേർക്ക് തീവ്രവാദി 4 പേരാണ് ഇതിന് പിന്നിൽ എന്ന തരത്തിലേക്കാണ് UN ട്രൈബ്യൂണൽ ഇപ്പോൾ അതിൽ വിചാരണ നടത്തുന്നത്. ഈ 4 പേരുടെയും അഭാവത്തിലായിരുന്നു ഇത്രകാലം വിചാരണ നടന്നിരുന്നത്. അതിന്റെ വിധി വെള്ളിയാഴ്ച പുറപ്പെടുവിക്കാനിരിക്കെയാണ്. ഹെസ്ബുള്ളയും റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ല, കാർ ബോംബ് സ്ഫോടനത്തിലാണ് അദ്ദേഹം 2005 കൊല്ലപ്പെട്ടത്, തങ്ങൾക്കതിൽ പങ്കില്ല എന്ന് ഹെസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. മാത്രമല്ല, ഗോപേഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ, പ്രതിസന്ധികളൊക്കെ രാജ്യത്ത് നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. വലിയ സാമ്പത്തിക അരാജകത്വം ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്ക് ലെബനൻ സാക്ഷ്യം വഹിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിൽ അത്യുഗ്രശേഷിയുള്ള ഒരു സ്ഫോടനം തലസ്ഥാനത്തെ തുറമുഖത്തിനടുത്ത് ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇതിന്റെ തുടർ പ്രതികരണങ്ങൾ ഔദ്യോഗികമായി തന്നെ ഇനിയും വരേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് വിദേശ മാധ്യമങ്ങൾ ഉദ്ധരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നൽകാൻ കഴിയുക. അവർ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലെബനനിലെ ഔദ്യോഗിക മാധ്യമങ്ങളെ കൂടി കോട്ട് ചെയ്തുകൊണ്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നതും. എന്തായാലും വ്യക്തത ഇനിയും കൈവരേണ്ടിയിരിക്കുന്നു ഗോപികൃഷ്ണൻ. അനുജ, സ്വാഭാവികമായും ഹെസ്ബുള്ളയിലേക്ക് സംശയങ്ങൾ നീളാനുള്ള സാഹചര്യവും പശ്ചാത്തലവും നിലനിൽക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ലെബനനിലെ രാഷ്ട്രീയ സ്ഥിരതയെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘടനയാണ് ഹെസ്ബുള്ള എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടി വേണ്ടേ ഇപ്പോൾ ബെയ്റൂട്ടിൽ ആ തുറമുഖ നഗരത്തിലുണ്ടായ സ്ഫോടനങ്ങളെ കാണാൻ? തീർച്ചയായും ഇതിൽ റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതകം അതിന്റെ വിചാരണ നടന്നു. അതിനുശേഷം അതിന്റെ വിധി പ്രസ്താവിക്കാനിരിക്കുമ്പോൾ അതിൽ തീർച്ചയായും ഹെസ്ബുള്ളയ്ക്ക് പങ്കുണ്ടോ എന്ന അത്തരത്തിലേക്ക് ഒരു വിധി പ്രസ്താവം ഉണ്ടാകുമോ എന്നതിൽ ഒരാശങ്ക, അതൊക്കെ ഈ ഇങ്ങനെ ഒരു സ്ഫോടനത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഹെസ്ബുള്ളയ്ക്ക് അതിൽ പങ്കുണ്ടാകാം എന്നൊക്കെയുള്ള തരത്തിലേക്ക് അതിനെ ലിങ്ക് ചെയ്ത് വരുന്നതിന്റെ വഴി അത് തന്നെ ആയിരിക്കാം. പക്ഷേ ഇറാൻ ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഹെസ്ബുള്ള ഈ ഘട്ടത്തിൽ എന്താണ് ഇതിൽ ഇറാന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന പ്രതികരണം എന്ന് നമുക്ക് അറിയില്ല. ഇറാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം വന്നതായി ഈ ഘട്ടത്തിൽ നമുക്ക് അറിയുകയുമില്ല. എന്തായാലും ഇതിൽ വലിയൊരു സ്ഫോടനം നടന്നിരിക്കുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ലെബനനിലെ തന്നെ NNA എന്ന ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഒട്ടേറെ വെയർ ഹൗസുകളുണ്ട്. ഈ തുറമുഖത്തിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന വെയർ ഹൗസുകളിൽ ഉണ്ടായ സ്ഫോടനം അത്രമാത്രമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ദേശീയ മാധ്യമം നൽകുന്ന വിവരം. ഏറ്റവും പുതിയ വിവരങ്ങളാണ് അനുജ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്. ഇപ്പോൾ ബെയ്റൂട്ടിൽ ഉഗ്ര സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു. 2 സ്ഫോടനങ്ങൾ നടന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ബെയ്റൂട്ടിലെ തുറമുഖ നഗരത്തിലാണ്, മറ്റൊന്ന് മുൻ പ്രധാനമന്ത്രി റഫീഖ് അൽ ഹരീരിയുടെ നഗരത്തിലെ വീടിന് സമീപത്താണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ഉഗ്ര സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതാരാണ് എന്ന കാര്യത്തിലുള്ള ഒരു സൂചനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 10 പേർ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന ആദ്യത്തെ റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കാനുള്ള സാഹചര്യം നിലവിലെ സാഹചര്യത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾ നിലം പൊത്തിയിരിക്കുന്നു. കറുത്ത പുക മൂടിയിരിക്കുകയാണ് ബെയ്റൂട്ടിന്റെ ആകാശങ്ങളെ ആകെ. എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നിമിഷ നേരം കൊണ്ട് എല്ലാം ചിതറി ചാമ്പലാകുന്ന ഉഗ്ര സ്ഫോടനമാണ് ബെയ്റൂട്ടിൽ നടന്നത്. ബെയ്റൂട്ടിലെ തുറമുഖ നഗരത്തിലാണ് ഈ വൻ സ്ഫോടനം നടന്നത്. അതോടൊപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി റഫീഖ് അൽ ഹരീരിയുടെ നഗരത്തിലെ വസതിക്ക് സമീപത്ത് മറ്റൊരു സ്ഫോടനം നടന്നു എന്നാണ് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കിലോമീറ്ററുകൾ ദൂരെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഏതായാലും റോയിറ്റേഴ്സ് ആണ് അതിന്റെ ദൃശ്യങ്ങൾ നൽകുന്നത്. ദൃക്സാക്ഷികളുടെ വിവരങ്ങൾ സഹിതമാണ് റോയിറ്റേഴ്സ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ബെയ്റൂട്ടിൽ നടന്നിട്ടുള്ള സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തതയോടുകൂടി വരാനുണ്ട് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതരത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സമഗ്രമായ ഒരു ചിത്രം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ലെബനനെ നടുക്കിക്കൊണ്ടുള്ള ഉഗ്ര സ്ഫോടനങ്ങളാണ് 2 നടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും തീവ്ര സ്വഭാവമുള്ള സ്ഫോടനം നടന്നിരിക്കുന്നത് ബെയ്റൂട്ടിലെ തുറമുഖ നഗരത്തിലാണ്. അതോടൊപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതക കേസിലെ വിധി വെള്ളിയാഴ്ച വരാനിരിക്കെയാണ് സ്ഫോടനമുണ്ടായത് എന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. ഹെസ്ബുള്ളയിലേക്ക് ഇതിന്റെ സംശയങ്ങൾ ഒരു ഘട്ടത്തിൽ നീളുന്നുണ്ട്. എന്നാൽ ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ലോകത്തെ ആകെ നടുക്കുന്ന സ്ഫോടക ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യം ലെബനൻ തുറമുഖ നഗരത്തിലുണ്ടായ
ഉഗ്ര സ്ഫോടനത്തിൻ്റെതാണ്. 2 സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉഗ്രശേഷിയുള്ള സ്ഫോടനം നടന്നത് ബെയ്റൂട്ടിലെ തുറമുഖ നഗരത്തിലാണ്. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലുണ്ടായിട്ടുള്ള ഉഗ്ര സ്ഫോടനത്തിൽ ഒട്ടേറെ പേർ മരിച്ചിരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. 10 മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 100-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തമായ സൂചനകൾ പുറത്തു വന്നിട്ടില്ല. അനുജയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് മറ്റു വിശദാംശങ്ങൾ നൽകാനായി. അനുജ, ഒരു സങ്കീർണമായ സാഹചര്യം ലെബനനിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ രാഷ്ട്രീയമായ ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിനെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾ തെരുവ് പ്രക്ഷോഭങ്ങളായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യം ലെബനനിലുണ്ട്. അതോടൊപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിധി വരാനിരിക്കുകയാണ് വെള്ളിയാഴ്ച. ഈ പശ്ചാത്തലമെല്ലാം കണ്ടുകൊണ്ട് വേണ്ടേ ബെയ്റൂട്ടിലെ ഈ സ്ഫോടനങ്ങളെ മനസ്സിലാക്കാൻ? അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? തീർച്ചയായും ഇപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഇതിൽ രാഷ്ട്രീയമായ അനിശ്ചിതാവസ്ഥയുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, പ്രക്ഷോഭങ്ങൾ തെരുവിൽ അരങ്ങേറുന്നൊരു അവസരം ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട് രാജ്യത്ത്. ഇതിനിടെയാണ് കോവിഡ് കേസുകൾ ഉയരുന്നൊരു സാഹചര്യം കൂടി രാജ്യത്തുള്ളത്. ഇന്ന് 5000 കോവിഡ് പോസിറ്റീവ് കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ഇതിൽ നിരവധി ആശുപത്രികൾ തകർന്നുവെന്ന വിവരമുണ്ട്. എന്നാൽ അവിടുത്തെ ആരോഗ്യമന്ത്രി പറയുന്നത് ഇപ്പോൾ പരിക്കേറ്റവരെ മുഴുവൻ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന, ലോകത്തിന് മുഴുവൻ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലേക്ക് അത്യുഗ്രശേഷിയുള്ള സ്ഫോടനമാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്. എംബസി ഓഫ് ഇന്ത്യ ബെയ്റൂട്ട് ചില കോൺടാക്ട് നമ്പറുകൾ നൽകുന്നുണ്ട്. അതാണ് നമ്മൾ സ്ക്രീനിൽ ഇടയ്ക്കിടെ കാണിക്കുന്നത്. അവിടെ ഇന്ത്യക്കാരോട് സംയമനം പാലിക്കാൻ എംബസി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. 2 സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് എംബസി സ്ഥിരീകരിച്ചിട്ടും ഉണ്ട്. എമർജൻസിയായി വിളിക്കേണ്ട മൊബൈൽ നമ്പർ അടക്കം ഉള്ള ഏതാനും നമ്പറുകളാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി നൽകുന്നത്. ഇതിലിപ്പോൾ മരണം 10 എന്ന തരത്തിലേക്ക് ഈ ഘട്ടത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും തീർച്ചയായും അതിൽ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന കണക്കുകൂട്ടൽ. 100-ലേറെ പേർക്ക് പരുക്കേറ്റു എന്ന വിവരവുമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഗോപികൃഷ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ലെബനൻ സ്ഫോടനമുണ്ടായി ബെയ്റൂട്ട് തുറമുഖ നഗരത്തിൽ. ഒരു പക്ഷേ സംബന്ധിച്ച് ഏറ്റവും ദുർവിധിയുള്ള ദിനങ്ങളിലൂടെയാണ് ലെബനൻ കടന്നു പോകുന്നത്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ലെബനനെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ പ്രതിസന്ധിക്ക് പുറമെ രാഷ്ട്രീയമായ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായി മാറിയിരുന്നു ലെബനനിലെ തെരുവുകൾ. അതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ഈ ഉഗ്ര സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ബെയ്റൂട്ടിലെ തുറമുഖ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. അത്യുഗ്രശേഷിയുള്ള 2 സ്ഫോടനങ്ങളാണ് ഇന്ന് ബെയ്റൂട്ടിൽ നടന്നിരിക്കുന്നത്. ഒന്ന് ബെയ്റൂട്ടിന്റെ തുറമുഖ നഗരത്തിലും മറ്റൊന്ന് മുൻ പ്രധാനമന്ത്രി റഫീഖ് അൽ ഹരീരിയുടെ നഗരത്തിലെ വസതിക്ക് സമീപവും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ മണിക്കൂറിൽ ലോകത്തെ ആകെ നടുക്കുന്ന ഏറ്റവും ഭയാനകമായ ദൃശ്യമാണ് ബെയ്റൂട്ടിലെ ഈ ഉഗ്ര സ്ഫോടനത്തിൻ്റെത്. കെട്ടിടങ്ങൾ നിലം പൊത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കറുത്ത ഇരുണ്ട പുക മാത്രം അവശേഷിക്കുന്ന ബെയ്റൂട്ടിലെ ചലനമറ്റ് കിടക്കുന്ന തുറമുഖ നഗരത്തെ നമുക്ക് കാണാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ നിലംപരിശായി കിടക്കുകയാണ് ബഹുനില കെട്ടിടങ്ങൾ. അതിനടിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ചലനമറ്റ ശരീരങ്ങൾ ഇനി എത്ര എന്ന കണക്കുകൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 10 മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. 100ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ലെബനന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച്, ലെബനനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തെക്കുറിച്ച്, ലെബനൻ തെരുവീതികളെ ചലനാത്മകമാറ്റിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങളെക്കുറിച്ച് എല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വഴുതി വീണ ലെബനനിൽ മറ്റൊരു വലിയ ദുർവിധിയായി ഈ സ്ഫോടനം മാറിയിരിക്കുന്നു. ഹെസ്ബുള്ളയിലേക്ക് സംശയങ്ങൾ നീളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുൻ പ്രധാനമന്ത്രി റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതക കേസിലെ വിധി വെള്ളിയാഴ്ച വരാനിരിക്കെയാണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഈ ഉഗ്ര സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെ, എന്തായിരുന്നു ഈ സ്ഫോടനം കൊണ്ട് ഉദ്ദേശിച്ചത്, ഇത് ഉണ്ടാക്കിയിട്ടുള്ള കാഷ്വാലിറ്റി എത്ര വലുതാണ് എന്ന കാര്യങ്ങളിലെല്ലാം കുറെ കൂടി വ്യക്തമായ ചിത്രം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളെയാണ്. ഏറ്റവും നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ തുറമുഖ നഗരത്തിൽ അത്യുഗ്ര സ്ഫോടന ശേഷിയുള്ള സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരിക്കൽ കൂടി എന്താണ് ലെബനനിൽ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലെബനനിലെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ലെബനനിൽ അല്പം മുൻപാണ് ഏറ്റവും ഉഗ്ര സ്ഫോടനം നടന്നത്.
ലെബനനിലെ സെക്കൻഡ് സെക്രട്ടറി പി പട്ടാബി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മിസ്റ്റർ പി പട്ടാബി, ക്യാൻ യു ഹിയർ മീ? Yes, yes. Yes, sir. Please tell me what actually happened in Beirut. In Beirut, actually, the evening time, there was all the buildings and all got shaken very badly, and after followed by a big loud explosion. And we were initially thinking it was an earthquake-like thing, but again there was a big explosion, and all people came out of the houses, and they have come to the roads, and all the glass panes of the shops, everything, on these buildings got broken, and there was a big thick smoke all over the city for some time. And they said there was an explosion in the port of Beirut, telling that there is some godown where there are some chemicals are stored, and this is the version till now we are getting. Yeah, Mr. Patabi, can you tell me about the casualties? You have any correct idea of that? Mr. Patabi, can you hear me? സെക്കൻഡ് സെക്രട്ടറി മിസ്റ്റർ പട്ടാബിയാണ് നമ്മളോട് സംസാരിച്ചത്. എന്താണ് ബെയ്റൂട്ടിൽ നടന്നത് എന്നത് എന്താണ് ബെയ്റൂട്ടിൽ നടന്നത് എന്ന് വിശദീകരിക്കുകയായിരുന്നു മിസ്റ്റർ പട്ടാബി. ഏതായാലും പുതിയ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ത്യക്കാർ ഈ അപകടത്തിൽ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഉഗ്ര സ്ഫോടനമാണ് ബെയ്റൂട്ടിൽ നടന്നത്. ബെയ്റൂട്ട് തുറമുഖ നഗരത്തിലുണ്ടായ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് എത്രത്തോളം തീവ്രമായ സ്ഫോടനമാണ് നടന്നിട്ടുള്ളത് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും 10 പേരുടെ മരണം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 100-ലേറെ പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ഫോടനത്തിന്റെ കാരണങ്ങൾ ഇനിയും വ്യക്തമല്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ മാത്രമാണ് ഈ മണിക്കൂറിലും നമുക്ക് മുന്നിലുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയുണ്ടായിട്ടില്ല. അനുജയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി. അനുജ, എന്താണ് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചത്? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഏതെങ്കിലും സംഘടനകൾ ഇതിന് പിന്നിലുണ്ടോ എന്നീ കാര്യങ്ങളിൽ എന്തെങ്കിലും സൂചനകൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ടോ? ഇപ്പോഴും അക്കാര്യത്തിൽ സൂചനകളൊന്നും പുറത്തു വരുന്നില്ല. വ്യക്തമായൊരു ചിത്രം നമുക്ക് ഇനിയും നൽകാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഗോപികൃഷ്ണൻ. ഇതിലിപ്പോൾ ജനറൽ സെക്യൂരിറ്റി തലവൻ, ലെബനനിലെ ജനറൽ സെക്യൂരിറ്റി തലവൻ അബ്ബാസ് ഇബ്രാഹിമിന്റെ ഒരു ട്വീറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സോഡിയം നൈട്രേറ്റ് അടക്കമുള്ള അത്യുഗ്രശേഷിയുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലത്ത് തീപിടുത്തമുണ്ടായി. അതാണ് ഇപ്പോൾ ഈ സ്ഫോടനത്തിലേക്ക് വഴിവെച്ചത് എന്നതാണ്. ഇത് നേരത്തെ ഒരു കപ്പലിൽ നിന്ന് പിടിച്ച് അവിടെ കുറച്ച് മാസങ്ങളായി സൂക്ഷിച്ചിരുന്നതാണ് ഈ സോഡിയം നൈട്രേറ്റ് അടക്കമുള്ള അത്യുഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ. അതിന് തീപിടിച്ചാണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായത് എന്നാണ് ജനറൽ സെക്യൂരിറ്റി തലവൻ അബ്ബാസ് ഇബ്രാഹിം ഇപ്പോൾ നൽകുന്ന വിശദീകരണം. നമുക്കറിയാം, ഒട്ടേറെ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ലെബനൻ. വലിയ പ്രക്ഷോഭം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ സാദ് അൽ ഹരീരി എന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പ്രക്ഷോഭകർക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് താൻ രാജിവെക്കാൻ പോലും തയ്യാറാണ് എന്ന് കഴിഞ്ഞ വർഷം വ്യക്തമാക്കുന്ന ഒരു അവസ്ഥ പോലും രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. രൂക്ഷമായ തൊഴിലില്ലായ്മ, സാമ്പത്തിക മാന്ദ്യം, ഇതെല്ലാം ജനതയെ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നീണ്ട നാളത്തെ ആഭ്യന്തര സംഘർഷം 1990-ൽ അവസാനിച്ച 15 വർഷത്തോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന്റെ കടക്കെണിയിൽ നിന്ന് ഇനിയും ഈ രാജ്യത്തിന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും വലിയ പ്രക്ഷോഭം ഈ രാജ്യത്ത് നടക്കുന്നത്. സാമ്പത്തിക അരാജകത്വം, സാമ്പത്തിക മാന്ദ്യമുണ്ട്, അവിടെ തൊഴിലില്ലായ്മയുണ്ട്. ഇതിനൊക്കെ എതിരെയാണ് ജനങ്ങളുടെ പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ വൻതോതിൽ നികുതി ചുമത്താനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ആണ് പ്രതിഷേധമുണ്ടായത്. വാട്സാപ്പ് ഉപയോഗത്തിനടക്കം ഏർപ്പെടുത്തിയ നികുതി പ്രഖ്യാപനത്തിനെതിരെയൊക്കെ വലിയ പ്രതിഷേധമുണ്ടായത്. ഇതൊക്കെ നമ്മൾ അന്ന് വാർത്തകളിൽ നൽകുകയും ചെയ്തതാണ്. തുടർന്ന് ഈ തീരുമാനം പിൻവലിക്കുന്ന തരത്തിലേക്ക് അന്ന് സർക്കാർ പോവുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളുടെ പ്രക്ഷോഭത്തിൽ അത്തരത്തിൽ ഹെസ്ബുള്ള നേതാവ് കൂടിയാണ് സായിദ് അൽ ഹരീരി എന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. ജനങ്ങളുടെ പ്രക്ഷോഭത്തിന് മുന്നിൽ സായിദ് അൽ ഹരീരി മുട്ടുമടക്കുമ്പോൾ
സായിദ് അൽ ഹരീരിക്ക് പിന്തുണയുമായി എത്തിയത് മറ്റ് ഹെസ്ബുള്ള നേതാക്കൾ തന്നെയാണ്. ഈ ഘട്ടത്തിൽ സർക്കാർ രാജിവെക്കരുത്, അത് രാജ്യത്തെ തകർക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഹെസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള അന്ന് രംഗത്തെത്തുകയും ചെയ്തത്. എന്തായാലും ഇതിലിപ്പോൾ ഹെസ്ബുള്ളയുടെ ഒരു പങ്ക് ഉണ്ട് എന്ന തരത്തിലേക്ക് ഇപ്പോൾ ഇസ്രയേലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇസ്രയേലിന് പങ്കുണ്ടോ എന്ന തരത്തിലേക്ക് ചില ഇടങ്ങളിൽ നിന്നെങ്കിലും സംശയം ഉയരുന്ന ഘട്ടത്തിൽ തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് ഇസ്രയേൽ പറയുമ്പോഴും അവർ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഹെസ്ബുള്ള അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, അത്തരത്തിലേക്ക് ആക്രമണം നടത്താൻ പദ്ധതി ഇടുന്നത് ഇവർ തന്നെയാണ് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രയേലും നൽകുന്നുണ്ട്. എന്തായാലും ഇതിലൊരു വ്യക്തത കൈവന്നിട്ടില്ല. ഹെസ്ബുള്ളയ്ക്കാണ് മുൻ പ്രധാനമന്ത്രി റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതകത്തിൽ പങ്കുള്ളത് എന്ന്, ഇതിൽ 4 തീവ്രവാദികളാണ് ഇതിന് പിന്നിൽ എന്ന തരത്തിലേക്കാണ് ഇത്രകാലം വിചാരണ നടന്നത്. UN ട്രൈബ്യൂണലാണ് വിചാരണ നടത്തുന്നത്. 2005 അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ. എന്നാൽ തങ്ങൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് ഹെസ്ബുള്ള പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിചാരണ നടന്നു. അതിനുശേഷം ഇപ്പോൾ വെള്ളിയാഴ്ച അതിന്റെ വിധി പ്രസ്താവിക്കാനിരിക്കെയാണ് UN ട്രൈബ്യൂണൽ വിധി പ്രസ്താവം നടത്താനിരിക്കെ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം കൂടി ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതെല്ലാം രാഷ്ട്രീയമായി കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു സ്ഫോടനം എന്ന തരത്തിലേക്ക് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗോപികൃഷ്ണൻ. അനുജ, ഈ കാഷ്വാലിറ്റി സംബന്ധിച്ച് മരണം, അതോടൊപ്പം തന്നെ പരിക്കേറ്റവർ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നതായി അറിയുന്നു. ആ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? ഇപ്പോൾ 15 പേർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലേക്ക് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ സ്ഫോടനത്തിന്റെ ഒരു വ്യാപ്തി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഗോപികൃഷ്ണൻ. അത് 15-ൽ നിൽക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനും കഴിയില്ല. എന്തായാലും 15 പേർ കൊല്ലപ്പെട്ടു, ഒട്ടേറെ പേർക്ക് പരുക്കേറ്റു എന്ന തരത്തിലേക്കാണ്. ഇതിലൊരു കൃത്യമായൊരു കണക്ക് ഈ ഘട്ടത്തിൽ നൽകുന്നത് നമുക്ക് സാധ്യമല്ല ഗോപികൃഷ്ണൻ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ട് തുറമുഖ നഗരത്തിൽ ഉണ്ടായിട്ടുള്ള വൻ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇരട്ട സ്ഫോടനം ഉണ്ടായി എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുറമുഖ നഗരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഉഗ്രശേഷിയുള്ള സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി റഫീഖ് അൽ ഹരീരിയുടെ വസതി, നഗരത്തിലെ വസതിക്ക് സമീപത്ത് മറ്റൊരു സ്ഫോടനവും, അങ്ങനെ 2 സ്ഫോടനങ്ങൾ ഉണ്ടായി. നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണിരിക്കുന്നു, ചില്ലുകൾ ചിതറിക്കിടക്കുന്നു, റോഡുകളിൽ കെട്ടിടങ്ങൾ നിലം പൊത്തിയിരിക്കുന്നു. ആ അവശിഷ്ടങ്ങൾക്കടിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മരണം 15ആയി ഉയർന്നിരിക്കുന്നു ഈ മണിക്കൂറിൽ. അതേസമയം ഒട്ടേറെ പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ്. ഈ അപകടത്തിൽ ഇന്ത്യക്കാർ അകപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും പ്രക്ഷോഭങ്ങൾക്കും വേദിയായ ലബണനിൽ, സാമ്പത്തിക പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ലബണനിൽ ഹെസ്ബുള്ളയുടെ ഇടപെടൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ലബണനിൽ ഇപ്പോൾ വലിയ ഉഗ്രശേഷിയുള്ള സ്ഫോടനങ്ങൾ 2 നടന്നിരിക്കുന്നു. ലബണനെ സംബന്ധിച്ച് ഇത് ഏറ്റവും ദുർവിധി നിറഞ്ഞ ദിനങ്ങളിൽ ഒന്നായി നമുക്ക് കാണേണ്ടി വരും. കരിമ്പുക പുതച്ചു കിടക്കുകയാണ് ലബണനിലെ ആകാശങ്ങൾ. ഒരു തരത്തിലും എന്താണ് സംഭവിച്ചതെന്ന് നിമിഷങ്ങൾ കഴിഞ്ഞാണ് ആ നടുക്കത്തിൽ നിന്ന് ജനങ്ങൾ ഉണർന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നതിന് മുൻപാണ് ഈ സ്ഫോടനങ്ങൾ 2 സംഭവിച്ചിരിക്കുന്നത്. ഇതിന് ഹെസ്ബുള്ളയിലേക്ക് ഇതിൻ്റെ സംശയത്തിൻ്റെ മുനകൾ നീളുന്നുണ്ട്. എന്നാൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതരത്തിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപകടത്തിൽ പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതും സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. ലബണനെ സംബന്ധിച്ച് ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദിനങ്ങളായിരുന്നു പോയ വാരം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ലബണനിലെ രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ചും സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുമെല്ലാം നിരന്തരം റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. അതിനിടെ മുൻ പ്രധാനമന്ത്രി റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതകത്തിലെ നിർണായകമായ വിധി വെള്ളിയാഴ്ച വരാനിരിക്കുകയാണ്. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹെസ്ബുൾ ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സിറിയയുടെ സഹായത്തോടുകൂടി റഫീഖ് അൽ ഹരീരിയെ കൊലപ്പെടുത്തി എന്നുള്ള ആക്ഷേപങ്ങൾ, അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതക കേസിലെ നിർണായകമായ വിധി വെള്ളിയാഴ്ച വരാനിരിക്കെ ഉഗ്ര സ്ഫോടനങ്ങൾ 2 ലബണന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഇതിന് പിന്നിൽ ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അനുജയുണ്ട് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അനുജ, പുതിയ വിവരങ്ങളുണ്ടോ? അതോടൊപ്പം തന്നെ ഹെസ്ബുൾ സംശയിക്കപ്പെടാനുള്ള ഒട്ടേറെ സാഹചര്യം നിലവിൽ ഉണ്ടല്ലോ. ഒന്ന്, ഇറാൻ പിന്തുണയ്ക്കുന്ന ഹെസ്ബുൾ സിറിയ ഹെസ്ബുളിനെ ഉപയോഗിച്ച് കൊലപാതകം നടത്തി റഫീഖ് അൽ ഹരീരിയുടെ എന്ന
ഗുരുതരമായ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതക കേസിലെ നിർണായകമായ വിധി വരുമ്പോൾ ഈ വിധിക്ക് മുൻപ് ഈ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഹെസ്ബുള്ളിലേക്ക് സംശയങ്ങൾ നീളുന്നത് സ്വാഭാവികമല്ലേ? ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം താത്കാലിക പ്രധാനമന്ത്രിയാണ്, സയ്യിദ് അൽ ഹരീരി ഗോപികൃഷ്ണൻ. അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെക്കുകയായിരുന്നു. അന്ന് ചെയ്തത് രാജിവെക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അത്ര വലിയ പ്രക്ഷോഭമാണെന്ന് ലെബനൻ സാക്ഷ്യം വഹിച്ചത്. വാട്സാപ്പ് കോളുകൾക്കടക്കം നികുതി ചുമത്തുന്ന തരത്തിലേക്കൊക്കെ ഇത്ര വലിയ കടക്കണിയിൽ പെട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒട്ടേറെ തീരുമാനങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോഴാണ് ജനങ്ങൾ പ്രക്ഷോഭവുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. പിന്നീട് താത്കാലികമായി അദ്ദേഹം ഇപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. എന്നാൽ പുതിയൊരു പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ എന്തുകൊണ്ടാണ് പ്രസിഡന്റ് ഇനിയും തയ്യാറാകാത്തത് എന്നതിലൊക്കെ ചർച്ചകൾ ചിലപ്പോഴെങ്കിലും ചില മാധ്യമങ്ങൾ. അനുജയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ മണിക്കൂറിൽ നമ്മളെ ഏറ്റവും അധികം നടുക്കിയ ദൃശ്യങ്ങളാണ് ബെയ്റൂട്ടിൽ നിന്ന് വന്നത്. ബെയ്റൂട്ടിലെ 2 ഉഗ്ര സ്ഫോടനങ്ങൾ നടന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിലൊന്നിൽ തത്സമയം ദൃശ്യങ്ങൾ കാണാം. കരി പുരണ്ട പുക കൊണ്ട് മൂടിയിരിക്കുന്നു ബെയ്റൂട്ടിന്റെ ആകാശം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകാം 15 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം 100-ലേറെ പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. മരണസംഖ്യ 15-ൽ ഒതുങ്ങാനുള്ള സാധ്യത കുറവാണ് എന്ന് വേണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതോടെ ന്യൂസ് നൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് മറ്റു പ്രധാന വാർത്തകളെക്കാൾ കൂടുതൽ ബെയ്റൂട്ടിലെ വാർത്തയിലാണ് ഇന്ന് നമ്മൾ നിന്നത്. ഈ ന്യൂസ് നൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ പ്രത്യേക വാർത്താ വിശേഷങ്ങളുമായി ഇതേ സമയം കാണാം. ഗുഡ് നൈറ്റ്.